അതുകൊണ്ട് മകളെ കൊണ്ടുവന്ന് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോ അത് ചികിത്സയെ കൂടുതൽ ഫലവത്താക്കിയേക്കാം. എങ്കിൽ പിന്നെ ഞാൻ പോയി മോളെ കൂട്ടിക്കൊണ്ട് വരട്ടെ ഗുരുജി? മോളെ കൊണ്ടുവരാം, പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മോളെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. മനസ്സ് കൈവിട്ടു പോയാൽ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോവും. പക്ഷേ നിനക്ക് ഞങ്ങളെ ഒന്ന് ഓർക്കായിരുന്നു. മോൾക്ക് എന്തു വന്നാലും ഞങ്ങൾ കൂടെയില്ലേ? മോളെ, 10 വർഷമായി എൻ്റെ അർച്ചനയും മോളും പോയിട്ട്. ഇപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കല്ലേ? അവൻ വരും. അവൻ്റെ തലേ നല്ല ബുദ്ധി ഒതുക്കും. അതിനുവേണ്ടി നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇനി രണ്ടുപേരും ചായ കുടിച്ചേ. ചായ കുടിക്കേ. കുടിക്കേ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സൊന്ന് പതറിപ്പോയി. ഇനി മേലിൽ ഇങ്ങനെ കാണിക്കത്തില്ലെന്ന് നീ കുഞ്ഞിന്റെ തല കൈവച്ച് സത്യം ചെയ്. അമ്മേ, സത്യം ചെയ്തേ പറ്റൂ ആദി. അല്ലാതെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. മോളെ, നമ്മുടെ വീടിപ്പോ വലിയൊരു പ്രതിസന്ധിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇവിടെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്താൽ നമ്മുടെ കുടുംബം നശിച്ചു പോകും. ഏത് പ്രതിസന്ധിയിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കണം. ആരും തളർന്നു പോകാൻ പാടില്ല മോളെ. നിന്റെ ജീവിതം ഞങ്ങൾ തിരിച്ചു തരും. പക്ഷേ അതിനല്പം സമയം വേണം. അതുവരെ ഈ വീട്ടിലെല്ലാവർക്കും ഭയമില്ലാതെ കിടന്നുറങ്ങണം. അതിനുറപ്പ് തരേണ്ടത് മോള. നിന്റെ ഉറപ്പിന്മേല ഇനി കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്ര. ഇല്ലേട്ടാ, ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. മോളാണ് സത്യം. എന്നോട് ക്ഷമിക്കണം. നമസ്കാരം ഗുരുജി. സംശയം വേണ്ട, ചോദിക്കാമെന്നത് ചോദിക്കാം. മനസ്സിലെ ആകുലത മുഖത്ത് വായിക്കാൻ കഴിയുന്നുണ്ട്. പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ രാത്രി സമൃദ്ധ ചില സ്വപ്നങ്ങൾ കണ്ടു. സ്വപ്നങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച കഥകളല്ല. അത് നമ്മുടെ ഉള്ളിലെ ബോധത്തിന്റെ സൂചനകളാണ്. നമ്മൾ മറന്നുപോയ സത്യങ്ങളും സ്വപ്നങ്ങളുടെ രൂപത്തിൽ വന്നേക്കാം. ഗുരുജി, മോൾക്കെന്തോ അപകടം പറ്റിയെന്നുള്ള ദുസ്വപ്നമാണ് സമൃദ്ധ കണ്ടത്. അവൾ ആകെ ഡിസ്റ്റർബ്ഡാ.
മോളെ കാണാത്തതിൽ വലിയ പ്രയാസം സമൃദ്ധിക്കുണ്ട്. ട്രീറ്റ്മെന്റ് നിർത്തിയാലും വേണ്ടില്ല, മോളെ പോയി കാണുന്നുള്ള വാശിയില്ല. മാതാദേവമയി എന്നോട് ഈ കാര്യം പറയുകയും ഞാൻ സമൃദ്ധിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. മാതാവിൻ്റെ മകളെക്കുറിച്ചുള്ള ആകുലത സ്വാഭാവികമാ. അത് ട്രീറ്റ്മെന്റിനെ ബാധിക്കുമോ ഗുരുജി? ഞാനും അക്കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മകൾ എന്നത് മനസ്സ്, ആത്മാവ്, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സമന്വയമാണ്. സ്മൃതിഭ്രംശേ ന കേവലം ഭേഷജം പ്രശസ്യതേ പൂർവാനുഭവ സംബന്ധ ദർശനം സ്മൃതികാരണം എന്നാണല്ലോ ശാസ്ത്രം. അതായത് സ്മൃതിഭ്രംശം വന്ന മനസ്സിനെ പഴയ അനുഭവങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബന്ധങ്ങളെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നർത്ഥം. താളിയോലകളിൽ ആചാര്യന്മാരത് എഴുതി വെച്ചിട്ടുമുണ്ട്. അമ്മയും മകളും തമ്മിലുള്ളത് ഏറ്റവും വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണല്ലോ. അതുകൊണ്ട് മകളെ കൊണ്ടുവന്ന് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോ അത് ചികിത്സയെ കൂടുതൽ ഫലവത്താക്കിയേക്കാം. എങ്കിൽ പിന്നെ ഞാൻ പോയി മോളെ കൂട്ടിക്കൊണ്ട് വരട്ടെ ഗുരുജി? മോളെ കൊണ്ടുവരാം, പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ഗുരുജി? ചികിത്സാ മുറിയിൽ എൻ്റെ അനുവാദമില്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലെന്നറിയാമല്ലോ. അറിയാം. അത് കുട്ടിക്കും ബാധകമായിരിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. പൂർവാനുഭവത്തിൻ്റെ നിഴൽ മനസ്സിൽ വീണ്ടും പതിയുമ്പോൾ മറന്നുപോയ സ്മൃതികൾ സ്വയം തിരിച്ചെത്തും. ശരി ഗുരുജി. അമ്മ അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക. ഇവളും കൂടെ നമ്മളെ തോൽപ്പിച്ച പിന്നെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അമ്മയ്ക്കറിയാം മോനെ, അവളൊക്കെ വലിയ സങ്കടത്തിലാ നീ ജീവിക്കുന്നതെന്ന്. നിന്റെ ഉള്ളിലെത്തി അമ്മ കാണുന്നുണ്ട്. നിന്റെ ഒറ്റയാളിന്റെ കഷ്ടപ്പാടില് ഇപ്പൊ ഈ വീട് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ലമ്മേ. നമ്മള് ഇപ്പൊ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടൊക്കെ മാറുമേ. വീണ്ടും നമുക്ക് നല്ല കാലം വരും. പക്ഷേ അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എന്നാലും സന്ദീപ് ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ മോനെ. അവന്റെ പ്രധാന ശത്രു ഇപ്പൊ ഞാനാ. എല്ലാത്തിനും അവൻ എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നേ. ഞാൻ പറഞ്ഞിട്ടാ അവള് ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്നാ അവൻ വിശ്വസിച്ചിരിക്കുന്നേ. ആ അവന്തിക അവളെന്റെ കുഞ്ഞിനെ നശിപ്പിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം പോലെ. പറഞ്ഞു കൊടുത്താലും തലേ കയറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യും?